മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അനുമോളുടെ കസിൻ ചേച്ചിയും അമ്മയുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ചേച്ചി അനുമോളെ ഉപദേശിക്കുന്നത്, നീ ഇവിടെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടി വന്നതല്ല, എപ്പോഴും അടുക്കളയിൽ നിൽക്കരുത്, അതുപോലെ തന്നെ ആരുടെയും നെഗറ്റീവ് പറയാൻ പോകരുത്. അതിന് അനുമോള് പറയുന്നത്, ഇവിടെ ആകെ കുക്ക് ചെയ്യാൻ അറിയുന്നത് എനിക്കും ബിന്നിക്കുമാണ്. ആർക്കെങ്കിലുമൊക്കെ കുക്കിംഗ് അറിയണ്ടേ, എങ്കിലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഒനീല് ചേട്ടന് കുറച്ചൊക്കെ അറിയാം, പക്ഷേ പുള്ളിക്ക് കൂടുതലും അറിയാവുന്നത് വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ചേച്ചി പറയുന്നത്, അതൊക്കെ മനസ്സിലാവുന്നുണ്ടടി, പക്ഷേ നീ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല, നിനക്ക് ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് എപ്പോഴും അടുക്കളയിൽ നിൽക്കണ്ട. എനിക്ക് തോന്നുന്നു 3 ആഴ്ചയായി അനുമോള് അടുപ്പിച്ച് കിച്ചൺ ടീം തന്നെയാണ്. അതുകൊണ്ടാവാം ചേച്ചിയും അമ്മയും ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തത്. പിന്നീട് അവർ ഉപദേശിക്കുന്നത്, നീ തളരരുത്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, പുറത്ത് നല്ല സ്ട്രോങ് അല്ലേ, കരയാറുണ്ട് നീ, പക്ഷേ സ്ട്രോങ് ആണ്. ഇവിടെ എല്ലാവരും ഗെയിമാണ് കളിക്കുന്നത്, അതുകൊണ്ട് നീയും ഗെയിമിൽ സ്ട്രോങ് ആയി നിൽക്കുക, ടാസ്കിൽ ഫോക്കസ് ചെയ്യുക. എത്രയോ ജനങ്ങൾക്ക് പുറത്ത് നിന്നെ ഇഷ്ടമാണ്. പിന്നെ ആര് വഴക്ക് പറഞ്ഞാലും അത് ഗെയിമായിട്ട് എടുത്താൽ മതി. നിന്നെ പേഴ്സണലായിട്ടല്ല അവരൊന്നും പറയുന്നത്, ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. പേഴ്സണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോരെ നീ കരയേണ്ടത്. പിന്നെ ഇന്നലെ രാത്രി മട്ടൻ കറിയുടെ പേരിൽ നടന്ന പ്രശ്നം, എനിക്കറിയാം നിന്റെ സ്വഭാവം, നീ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കഴിപ്പിക്കാൻ നോക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് ഗെയിം ഷോയാണ്, ഇവിടെ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ഇനി അത്തരം ചെറിയ കാര്യത്തിനൊന്നും കരയാൻ നിൽക്കരുത്. അങ്ങനെ ഉപദേശം കൊടുക്കുകയാണ് അമ്മയും ചേച്ചിയും. അതായത് എപ്പോഴും അടുക്കളയിൽ നിൽക്കരുത്, ടാസ്കിൽ ഫോക്കസ് ചെയ്യണം, കരയരുത്, കൂട്ടം കൂടിയിരുന്ന് ആരുടെയും നെഗറ്റീവ് പറയരുത്. എന്തായാലും അനുമോളും ചേച്ചിയും അമ്മയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.